ഹലോ, ഇന്ന് രാവിലെ തന്നെ ടെറസിലെ ഗാർഡനിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ടെറസിലെ ഗാർഡനിലെ പ്ലാന്റ്സിൻ്റെയൊക്കെ സ്ഥാനം നമ്മൾ മാറ്റിയിട്ടുണ്ടേ. ടെറസിൻ്റെ ഫ്ലോറിലായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് കുറച്ച് പ്ലാന്റ്സും പിന്നെ മുകളിലാണ് കേട്ടോ ബാക്കി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. മുകളിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സിനായാലും അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്നുണ്ട്. ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അന്ന് മുളപ്പിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ. അത് ഇത്രയും വലുതായിട്ടുണ്ടേ. പയറിൻ്റെ ഇലയൊക്കെ ചെറുതായിട്ട് വാടിയാണ് നിൽക്കുന്നത്. നല്ല വെയിലാണല്ലോ, എന്നാലും അവർ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ അമരപ്പയറിന് ഇതാ ചെറിയ വള്ളിയൊക്കെ വന്നിട്ടുണ്ടേ. അമരപ്പയറിൻ്റെ ഇല നല്ലോണം വലിപ്പം വെച്ചിട്ടാണ് വളരുന്നത്. 4 ഗ്രോ ബാഗുകളിലായിട്ടും അമരപ്പയർ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ടെറസിൽ അച്ഛനൊരു ഓറഞ്ച് മരം കൂടെ നട്ടിട്ടുണ്ട്. ഞാനെപ്പോൾ ഗാർഡനിലേക്ക് വന്നാലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ തനും കൂടെ ഉണ്ടാവാറുണ്ടേ. ഹെൽപ്പ് ചെയ്യണ പേരും പറഞ്ഞ് എൻ്റെ കൂടെ വന്ന് കളിയാണ് കേട്ടോ ആളുടെ മെയിൻ പരിപാടി. ഒരു പ്ലാന്റ് നടുമ്പോൾ അത് നനച്ചു കൊടുക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നല്ല വെയിലുള്ള അന്തരീക്ഷമാണെങ്കിൽ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം. നമ്മുടെ ടെറസിലാണെങ്കിൽ നല്ല വെയിലാണ്, അതുകൊണ്ട് രാവിലെയും വൈകിട്ടും നമ്മൾ നനയ്ക്കാറുണ്ട്. അങ്ങനെ ഇന്നത്തെ ചെടി നനയൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോകുകയാണേ. പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ മഞ്ഞ ബൊഗെയിൻവില്ല കാണുന്നത്. നല്ല രസമാണ് അതങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ. അല്ലെങ്കിൽ ഈ പൂക്കളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ.